യെസ് ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മി ജിജിൻ വിജയ്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 25,000 നമുക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഫോൺ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ അടിപൊളി ഫോൺസ് ഒക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോഡ് C3 എന്ന് പറഞ്ഞൊരു ഫോണാണ്. ആ ഒരു ഫോണിനെ കുറിച്ച് പറയുമ്പോൾ 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. HD AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കിട്ടുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഫോണിൽ 5000 mAh ബാറ്ററി ബാക്കപ്പ്, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗന്റെ ഭാഗത്തുനിന്നുള്ള 728G പ്രോസസ്സറാണ് നമുക്കിതിൽ. ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 3 ക്യാമറ വരുന്നുണ്ട്. 50-8-2, അതായത് 50 MB 8 MB വൈഡ് ആംഗിളും 2 MB ഒരു മൈക്രോ ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നു. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 16 MB ക്യാമറ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4K 30 FPS വരെ നമുക്ക് ഈ ഒരു ക്യാമറ വെച്ച് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 8GB റാമും 128GB സ്റ്റോറേജിന് 24,999 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. സാംസങ്ങിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഫോണാണ് നമ്മുടെ രണ്ടാമത്തെ ഫോണ്. സാംസങ് ഗാലക്സി F54 എന്ന് പറഞ്ഞ ഫോണാണ്. ഈ ഒരു ഫോൺ അടിപൊളി, അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ മിഡ് റേഞ്ച് ഫോൺ തന്നെയാണ്. 6.7 ഇഞ്ച് ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുള്ളൂ. 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. 6000 mAh അതുപോലെ 25 വാട്ടാണ് നമുക്ക് ഇതിൽ ചാർജർ സപ്പോർട്ട് ഉള്ളത്. പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, Exynos 1380 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു ഫോൺ വഴി ചെയ്യാനൊക്കെ പറ്റും. ഈ ഒരു ഫോണിൽ നമുക്ക് 3 ക്യാമറ വരുന്നുണ്ട്. 108 അതുപോലെ 8 MB അതുപോലെ 2 MB ക്യാമറാസാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. 4K 30 FPS നമുക്ക് ഈ ഒരു ഫോണിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 32 MBയുടെ അത്യാവശ്യം നല്ലൊരു ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ 8GB 258GB സ്റ്റോറേജിന് വരുന്നത് 26,999 ആണ്. 27 അടുത്തൊക്കെ വരുന്നുണ്ട്. സെയിൽസിൻ്റെ സമയത്തൊക്കെ നമുക്ക് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു ഫോൺ എന്തായാലും 25 രൂപയ്ക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ അടിപൊളി ഫോൺ തന്നെയാണ്. നമ്മൾ മൂന്നാമത് നോക്കാൻ പോകുന്ന 2 ഫോണുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവോൻ്റെ ഭാഗത്തുനിന്നുള്ള ഐക്യൂൻ്റെ ഭാഗത്തുനിന്നുള്ള 2 ഫോൺസാണ് ഈ ഒരു റേഞ്ചിൽ നോക്കുന്നത്. അപ്പോൾ വിവോ വേണമെന്നുണ്ടെങ്കിൽ വിവോ വാങ്ങാം, ഐക്യൂ ആണെങ്കിൽ ഐക്യൂ വാങ്ങാം. വിവോ T2 Pro ആണ് നമ്മുടെ ഒരു ഫോൺ. അതുപോലെ തന്നെ ഐക്യൂൻ്റെ ഭാഗത്തുനിന്നുള്ള Z7 Pro ആണ്. ഈ 2 ഫോണും 5G ഫോൺസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വിവോ T2 Proൻ്റെ ഫീച്ചറും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. 1.7 ഇഞ്ചിൻ്റെ കേർവ്ഡ് 3D AMOLED ഡിസ്പ്ലേ നമുക്ക് ഇതിൽ വരുന്നത്. 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേൻ്റെ ഒപ്പം വരുന്നുണ്ട്. MediaTek Dimensity 7200 4nm പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ബാറ്ററി ബാക്കപ്പിന് 36 വാട്ടിൻ്റെ ചാർജറും 4800 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് 64 MBയുടെയും 2 MBയുടെയും ക്യാമറാസാണ് നമുക്ക് ഇതിലെ ബാക്കിൽ വരുന്നത്. 4K നമുക്ക് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 16 MBയുടെ ക്യാമറ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചറൊക്കെ നമുക്ക് ഈ ഒരു ഫോണിലും വരുന്നുണ്ട്. അതുപോലെ സ്റ്റോറേജും റാമും പ്രൈസിങ്ങിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ 8 MB റാമും 128 MB സ്റ്റോറേജിൽ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 23,999 ആണ്. 23,999 24 നമുക്ക് കണ്ണുമുട്ടി വാങ്ങാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോണും. ഐക്യാണ് വേണമെന്നുണ്ടെങ്കിൽ IQ Z7 Pro. നാലാമത്തെ റേഞ്ചിൽ നോക്കാൻ പോണ ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോണിൽ നമുക്ക് ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊന്നും അധികം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണും അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു ഫോണിന് കുറച്ച് പ്രൈസ് കൂടുതലുണ്ട്. നമുക്ക് ഏതാണ് ഫോൺ നോക്കാം. മോട്ടറോള Edge 40 അല്ലെങ്കിൽ മോട്ടറോള Edge 40 Neo എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങാം. കുറച്ച് പ്രൈസ് നമുക്ക് കൂട്ടാന്നുണ്ടെങ്കിൽ Edge 40 വാങ്ങലായിരിക്കും നല്ലത്. Edge 40 Neo വാങ്ങുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് 25 രൂപയ്ക്കൊക്കെ നമുക്കത് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ സെയിൽസിൻ്റെ സമയത്ത് നമുക്ക് G40 എന്ന് പറഞ്ഞ ഫോണും 25 രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് POLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇതൊരു കേർവ്ഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. 144 Hzൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പ്രോസസറിനെ കുറിച്ച് പറയുമ്പോൾ MediaTekൻ്റെ ഭാഗത്തുനിന്നുള്ള Dimensity 8020 പ്രോസസ്സറാണ്. അത്യാവശ്യം മിഡ് റേഞ്ച് പ്രോസസ്സർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിലും കിട്ടുന്നത്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4400 mAhൻ്റെ ബാറ്ററിയും അതുപോലെ 68 വാട്ടിൻ്റെ ചാർജറും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടിങ് ഉണ്ട്. 50 MBയുടെ മെയിൻ ക്യാമറയും 13 MBയുടെ അൾട്രാ വൈഡ് ക്യാമറയും നമുക്ക് ഈ ഒരു ഫോണിൽ ബാക്ക് ക്യാമറ ആയിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും IP68 റേറ്റിംഗും ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 8GB റാം 256GB സ്റ്റോറേജ് വേരിയന്റിൽ നമുക്ക് വരുന്ന ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 26,499 ആണ്. 27ൻ്റെ ഒക്കെ അടുത്ത് വരുന്നുണ്ട്. ഈ ഒരു ഫോൺ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ഫോൺ സെയിൽസ് സമയത്ത് 25 രൂപയ്ക്കൊക്കെ കാണാൻ പറ്റുന്നതാണ്.
ലാസ്റ്റത്തെ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഐക്യൂൻ്റെ വന്നുള്ള ഐക്യു നിയോ 7 ആണ് നമ്മൾ ലാസ്റ്റത്തെ ഫോൺ. ആ ഒരു ഫോൺ അടിപൊളി അത്യാവശ്യം മിഡ് റേഞ്ച് ഫോണൊക്കെ തന്നെയാണ്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD 120 Hz റിഫ്രഷ് റേറ്റുള്ള AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 5000 mAh ബാറ്ററി ബാക്കപ്പും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. Dimensity 8200 4 നാനോമീറ്റർ പ്രൊസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 3 ക്യാമറയാണ് നമുക്ക് ഇതിലുള്ളത്. 64+2+2 ആണ് ഇതിൽ ക്യാമറേൻ്റെ ഫീച്ചർ. അതുപോലെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 16 MB ഒരു ക്യാമറയാണ് വരുന്നത്. അതുപോലെ മെഗാ വൈബ്രേറ്റർ മോട്ടറും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. 8GB 128GB റാം സ്റ്റോറേജ് വേരിയൻ്റിലുള്ള ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 24,999 ആണ്. 25 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു ഫോണിൽ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.